എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോ ഒന്നും ശരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് വല്ലാത്തൊരു എന്താ പറയുന്നത്, ഒരു ഓജസ് ഇല്ലാത്ത രീതിയിലായിരുന്നു എൻ്റെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്, ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും കുറച്ച് ദിവസമായിട്ട് കാത്തിരിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ നിക്കറമായി വന്നിട്ട് നമ്മുടെ ശാന്തിവിള ദിനേശനിട്ട് നല്ല രീതിക്കൊന്ന് ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരന്റെ ചാനലിൽ വന്നിട്ട് ഗൾഫിൽ ഇപ്പോൾ ഒരു സ്ത്രീ ബാർ ഡാൻസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും അവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളെ പറ്റിയിട്ടൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വീഡിയോയിൽ അയാൾ ആരുടെയും പേര് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ അത് കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു പുള്ളിക്കാരത്തിയെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്ന് എല്ലാവർക്കും തോന്നും. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ആര് എന്ത് കൊടുത്തു കഴിഞ്ഞാലും അത് മേടിച്ച് കയ്യിൽ വെച്ചിട്ട് തിരിഞ്ഞു നിന്ന് തെറി വിളിക്കും എന്നുള്ളൊരു വാക്ക് അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിയാണ് എന്ന് പുള്ളിക്കാരത്തി സംശയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ പുള്ളിക്കാരത്തി കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നും കുറച്ച് തെളിവുകളൊക്കെ അദ്ദേഹത്തിന് കിട്ടാനുണ്ട്. അതായത് പുള്ളിക്കാരത്തി ഇവിടെ നിന്ന് ബാർ ഡാൻസിനായിട്ടൊക്കെ പോകുന്നു. അതിനുശേഷം അവിടെ കിടന്ന് ആടിപ്പാടുന്നു, വെള്ളം അടിച്ചു കിടന്ന് കറങ്ങി, അങ്ങനെ പലതരത്തിലുള്ള ലീലാവിലാസങ്ങൾ കാണിച്ചു കൂട്ടുന്നു. അതിൻ്റെയൊക്കെ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസും ഒക്കെ കുറച്ച് ഫ്രണ്ട്സ് അയച്ചു കൊടുക്കാം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കയ്യിൽ കിട്ടുകയാണെങ്കിൽ പുള്ളിക്കാരൻ അത് വീഡിയോയിലൂടെ കാണിക്കും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നിക്കറമ്മായിക്ക് കുരുപൊട്ടി. അങ്ങനെ അമ്മായി എന്ത് ചെയ്തെന്നോ പുള്ളിക്കാരത്തിയുടെ ചാനലിൽ വന്നിട്ട് അങ്ങ് പറഞ്ഞു കുറച്ചധികം കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഈ പറയുന്ന ശാന്തിവിള ദിനേശൻ എന്ന് പറയുന്ന വ്യക്തിയെ ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ എന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എന്തായാലും ആ ഒരു വീഡിയോ ഒട്ടുമിക്ക ആളുകളും കേട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ പോലും അത് ഒരിക്കൽ കൂടി കേൾപ്പിക്കാം. കാര്യം പറയുന്നത് ഈ പറയുന്ന നമ്മുടെ നിക്കറമ്മായി ആയതുകൊണ്ട് തന്നെ അധികം ആളുകൾക്കും അത് എത്ര കേട്ട് കഴിഞ്ഞാലും മതിയാവില്ല. വീണ്ടും 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 കേൾക്കണം എന്നൊരു ത്വര എല്ലാവരിലും ഉണ്ടാവുന്നുണ്ട്. അത് കുറച്ചധികം ആളുകൾക്ക് ആരാധന മൂത്തിട്ടാണെങ്കിൽ മറ്റു കുറച്ച് ആളുകൾക്ക് തെറി വിളിക്കാനുള്ള ഒരു ഉത്തേജനത്തിന് വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ നിക്കറമ്മായി പറയുന്ന ആ ഒരു സംഭവം കേട്ടിട്ട് വരാം. ഒരു സിനിമാക്കാരനാണ്. സോ ഞാൻ ബഹുമാനിക്കും. പക്ഷേ ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ കുറെ ആയല്ലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്. എനിക്ക് നാണമില്ലേ? താൻ എന്നെ തൈക്കളതിന്ന് വിളിക്കാൻ? താൻ എടോ എനിക്ക് 34 വയസ്സേ ഉള്ളൂ. താൻ എന്നെ തൈക്കളതിന്ന് വിളിക്കാൻ നാണമാകുന്നില്ല അപ്പൂപ്പ താങ്കൾക്ക്? ഞാൻ പറഞ്ഞല്ലോ ദുബായ് റിട്ടേൺ തനിക്ക് അയച്ചു തന്നെന്ന്. ഞാൻ തുണി പറിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ താനെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇടണം. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ മറുപടിയുമായിട്ട് ഇത്രയും ദിവസമായിട്ട് പോലും ശാന്തിവിള ദിനേശൻ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ട് വന്നില്ല എന്ന് ഞാൻ പലതവണ ചിന്തിച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളും കണ്ടന്റിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല അദ്ദേഹം എന്തായിരിക്കും പറയുന്നത് എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ്. അദ്ദേഹം വായ തുറന്നു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാനായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന്റെ കയ്യിൽ ആയുധങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അമ്മായിയെ തേച്ചൊട്ടിച്ച മറുപടിയുമായിട്ട് അയാൾ വരുമെന്നൊക്കെ പ്രതീക്ഷിച്ച് നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ മറുപടി വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാതുകൂർപ്പിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അദ്ദേഹം മറുപടി വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. നല്ല ഒന്നൊന്നര മറുപടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പറയുന്ന നിക്കർ അമ്മായിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തിവിള ദിനേശൻ അപ്പൂപ്പന്റെ വായിൽ നിന്ന് തന്നെ അത് കേട്ടിട്ട് വരാം. അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തും എന്നാണ് പഴമക്കാർ പറയാറ്. 100%, 101% സത്യസന്ധമായ കാര്യങ്ങളെ നമ്മുടെ ചാനലിൽ പറയും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നതിലൊന്നും പിന്നെ സോറി പറയാനോ മാറ്റി പറയാനോ പോകേണ്ടത്. 725 എന്തോ കഴിഞ്ഞ സോറി. ഇന്ന് വരെ ഒരു കഥയും പറഞ്ഞിട്ട് അയ്യോ അത് തെറ്റിപ്പോയതാണ് കേട്ടോ എന്ന് നമുക്ക് പറയേണ്ടി വന്നിട്ടില്ല. ഒരു അവതാരക പെണ്ണും ഒരു ഉർവശി നടിയും ഗൾഫിൽ കാട്ടിക്കൂട്ടുന്ന വിക്രികൾ നമ്മൾ കഴിഞ്ഞ വാരഫലത്തിൽ പറഞ്ഞിരുന്നു. ഉർവശി നടി ചാടിയങ്ങിറങ്ങി. തേങ്ങ മോഷ്ടിച്ചവൻ്റെ തലയിൽ ചകിരി കാണുമെന്നൊരു ചായക്കടയിൽ ഇരുന്ന ഒരാൾ പറഞ്ഞപ്പോൾ ഈ മോഷ്ടിച്ചവൻ പതുക്കെ എൻ്റെ തലയിലുണ്ടോ എന്ന് തപ്പിയതുപോലെ എന്താ പറയുക, ഇത് ഞാനാണ് എന്നാണ് അവർ പറയുന്നത്. അവരെയാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. അവതാരക കാട്ടിക്കൂട്ടുന്ന ഉടുതുണി പറിച്ചെറിയൽ കഥ പോലും ഇത് എന്നെ തന്നെയാണ് പറയുന്നതെന്ന് ഉർവശി നടി അറഞ്ചം പുറഞ്ചം എന്നെ ശകാരിച്ചുകൊണ്ട് പറയുന്നു. മറുപടി പറയണ്ട, അതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാതിരുന്നത്. എന്നെ അപ്പൂപ്പ എന്നാണ് വിളിക്കുന്നത്. ശാന്തിവിള ദിനേശ് അപ്പൂപ്പ എന്നാണ് വിളിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ കുറേ തെറികളും. അപ്പൂപ്പനാകുന്നത് മോശം കാര്യമാണോ എന്ന് എനിക്കറിയില്ല. ഇവർക്ക് അപ്പൂപ്പൻ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, 2.5 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ അപ്പൂപ്പനെന്നോ അച്ചാച്ചനെന്നോ പറയാവുന്ന ആളാണ്. ഇതൊന്നും ഒരു രഹസ്യമല്ലല്ലോ. അതിൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഒന്നുമില്ലെങ്കിൽ ഞാനൊരു അപ്പൂപ്പനായില്ലേ അല്ലെങ്കിൽ അച്ചാച്ചനായില്ലേ എന്നാണ് സത്യമായിട്ടും എൻ്റെ മനസ്സിലുള്ളത്. ഭാഗ്യത്തിന് ഈ പെണ്ണുപിള്ള എന്നെ അച്ഛനെന്നോ മാമാന്നോ വിളിക്കാത്ത ഭാഗ്യമായി. ഇതിൻ്റെ തന്ത ഞാനായിരുന്നെങ്കിൽ, എന്നെ അച്ഛാന്ന് വിളിച്ചിരുന്നെങ്കിൽ, ഇതിൻ്റെ തന്ത ഞാനായിരുന്നെങ്കിൽ
ഇതിനെ തല്ലിക്കൊന്ന് ഞാൻ എന്നേ ജയിലിൽ കയറിയത്. പിന്നെ മാമൻ പട്ടിണി കിടന്നാൽ പോലും മാമാപ്പണി ചെയ്ത് ജീവിക്കില്ല അഭിമാനമുള്ളവർ. അതിനാൽ തന്നെ മാമ എന്നാ അച്ഛ എന്നാ വിളിക്കാതെ അപ്പൂപ്പ എന്ന് വിളിച്ചതിൽ എനിക്ക് ഈ കുട്ടിയോട് സന്തോഷമേ ഉള്ളൂ. എന്നോടാണ് തെളിവുകൾ ചോദിക്കുന്നത്. തെളിവുകൾ, എത്ര പ്രതിഫലം, ഏതെല്ലാം ജോലികൾ ചെയ്യും, ബ്രോക്കറുടെ ഡീറ്റെയിൽ എല്ലാം എത്തിക്കാമെന്ന് വഞ്ചിക്കപ്പെട്ട ഈ ഗൾഫ് വാസികൾ തന്നെ എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റോറി കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞത്. വിശദമായി അത് കിട്ടിയാൽ ഞാൻ പറയാം. എൻ്റെ തെളിവ് കിട്ടിയാലേ എനിക്ക് പറയാൻ പറ്റും. എല്ലാം പറയാം. എനിക്ക് ഫോണിൽ കൂടെ എല്ലാം പറഞ്ഞു തന്നു. പക്ഷെ അതുപോലെ എനിക്ക് എൻ്റെ തെളിവുകൾ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അനാവശ്യമായി കഥകൾ ഉണ്ടാക്കി ഒന്നും പറയാറില്ല. ഇവിടുത്തെ യൂട്യൂബർമാരെന്ന് പറഞ്ഞാൽ കള്ളക്കഥകളല്ലേ ഉണ്ടാക്കുന്നത്. നമ്മളങ്ങനെ പറയാറില്ല. അങ്ങനെ പറയുന്നത് ശരിയുമല്ല എന്ന് ബാധിക്കുന്ന ആളാണ് ഞാൻ. അപ്പോ ഇതിനേക്കാൾ നല്ല മറുപടി സ്വപ്നങ്ങളിൽ മാത്രം എന്നൊക്കെ പലരും പറയാറുണ്ടല്ലോ. ശരിക്കും ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം വളരെ മനോഹരമായിട്ട് എന്നെ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതായത് അദ്ദേഹം പറയാതെ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന പുള്ളിക്കാരത്തി അപ്പനായിട്ട് വിളിക്കാതിരുന്ന, അതായത് അച്ഛ എന്നോ അല്ലെങ്കിൽ മാമനെന്ന് പറഞ്ഞോ സംബോധന ചെയ്ത് സംസാരിക്കാതിരുന്നത് വളരെ നന്നായി എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ പറയുന്ന നിക്കറമ്മായിയുടെ അപ്പനായിട്ട് അങ്ങനെ ജനിച്ചിരുന്നെങ്കിൽ അണ്ടേ തല്ലി കൊന്നു കുഴിച്ചു മൂടുമായിരുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് മാമ എന്ന് പറയുന്ന വാക്ക് പറയാതിരുന്നതും വളരെ നന്നായി എന്ന് പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 2.5 വയസ്സുള്ള ഒരു കുട്ടിയുടെ അപ്പൂപ്പനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. പിന്നീട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് അപ്പൂപ്പനെന്നോ അച്ചാച്ചനെന്നോ എന്ത് വേണേലും പറയാം. അതിൽ അദ്ദേഹം വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. കാരണം പുള്ളിക്കാരത്തി അച്ഛനെന്നോ മാമനെന്നോ പറയുന്നതിനേക്കാൾ ആത്മാഭിമാനം അപ്പൂപ്പൻ എന്ന് പറയുന്നത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ശരിക്കും ഇനി പറയുന്ന വാക്കുകളാണ് ശരിക്കും നമ്മൾ പറയുന്നൊരു വാക്കുണ്ടല്ലോ, നല്ല വൃത്തിക്ക് കൊടുത്തു എന്നൊക്കെ പറയുമല്ലേ, ആ രീതിയിലുള്ള വാക്കുകളാണ് ഇനി അദ്ദേഹത്തിന്റെ വായിൽ നിന്നും. ശരിക്കും പറയുകയാണെങ്കിൽ ശാന്തിവിള ദിനേശൻ എന്ന് പറയുന്ന വ്യക്തിയോട് കൂടുതൽ ബഹുമാനം തോന്നിയ ഒരു സംഭവമാണ് കേട്ടോ. ടെറർ എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞാൽ പോരാ, തനി ടെററായിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം ഇനി പറയുന്ന ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇത് കേട്ട് കഴിയുമ്പോൾ നിക്കറമ്മായിയുടെ ഫാൻസുകാർക്കൊക്കെ കുരു പൊട്ടും. ഈ പറയുന്ന ദിനേശൻ അപ്പൂപ്പന്റെ, ഈ പറയുന്ന ശാന്തിവിള ദിനേശൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചാനലിൽ പോയിട്ട് അദ്ദേഹത്തെ പൊങ്കാല ഇടാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നിങ്ങളൊക്കെ ഇടുന്ന കമന്റ് പോലും അദ്ദേഹം നോക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അപ്പൊ എന്തായാലും അദ്ദേഹം പറയുന്ന ബാക്കി കാര്യങ്ങൾ കൂടി കേട്ടിട്ട് വരാം. കല്യാണം കഴിഞ്ഞ ഒരു വധവൽ പെണ്ണ് കയ്യും വീശി വിമാനത്തിൽ കയറി പോകുന്നു. 1 ടൺ സമ്മാനങ്ങളുമായി തിരിച്ചു വന്ന് ഇറങ്ങുന്നുവെങ്കിൽ ഇവൾ ആര്, ഐശ്വര്യ റായി ആണോ എന്ന് അല്ലെങ്കിൽ മഞ്ജു വാര്യരാണോ എന്ന് ചിന്തിക്കുക സ്വാഭാവികമാണ്. കോമൺ സെൻസ് ഉള്ളവനാണ് ചിന്തിക്കും. അങ്ങോട്ടൊരു ഉണക്ക ബാഗും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്നത് കുറെ പെട്ടികളൊക്കെ ആയിട്ടാണ്. മനസ്സിലായില്ലേ? കണ്ടവനെ കൊണ്ട് യാചിച്ച് തെണ്ടി പറക്കി വീടും മതിലും ഒക്കെ കെട്ടി താമസിച്ചിരുന്ന ജീവിച്ചിരുന്ന ഈ വധവല് ഇപ്പൊ പറയാണ്, നിനക്ക് വയസ്സാടാ മോൻ്റെ 3, നിനക്കൊരു കാറ്, നിനക്കാ മറ്റേ വേറൊരു തള്ളക്കുണ്ടായി ചെറുക്കണ്ടല്ലോ, കാള പോലത്തെ ചെറുക്കൻ, എനിക്ക് 18, നിനക്കൊരു കാറ് തന്തപ്പം ചൊറിഞ്ഞു നടക്കുന്നത്. അടുത്ത വാങ്ങിച്ചാൽ അടുത്ത പോയിട്ട് വരട്ടെ. ഇത് എവിടെ നിന്ന് കിട്ടണേ കാശി? എവിടെ നിന്ന് കിട്ടണേ? ബ്രൂണോ രാജകുമാരന്റെ ചെറുപോളത്തും അല്ലല്ലോ. എനിക്ക് ആ ഡീറ്റെയിലൊക്കെ കിട്ടിക്കോട്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി കഥകൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പക്ഷേ നമ്മുടെ ചാനലിൽ എങ്ങനെ പറയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് വേറെ ചാനലുകളുണ്ടല്ലോ, ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ അവർക്കെങ്കിലും ഈ തെളിവുകൾ കൊടുക്കാം. വരട്ടെ. അഹങ്കരിക്കുന്നത് ആപത്താണ് എന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്. എന്നെ പോരിന് വിളിക്കാനൊന്നും ഈ ജമ്മ ഈ പെങ്കൊച്ചിന് ഈ വധവൽ പെണ്ണിനായിട്ട് ആവില്ല. കാരണം അന്തസ്സായി ജീവിക്കുന്നതാണ് ഞാൻ. ഉപ്പും പിളിയും ചോറേ ഉള്ളെങ്കിലും അന്തസ്സായി ജീവിക്കുന്ന വാടക വീട്ടിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഗൾഫിൽ സ്ഥിരമായി പോയി ബാർ ഡാൻസ്, തേങ്ങ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് വഴിവിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അഭിമാനത്തോടെ എന്നെ വെല്ലുവിളിക്കണം. കാണുക വിഷൽ എന്ന്. ഞാൻ ഇതിന്റെ വിഷൽ അല്ല പറഞ്ഞത്. ഞാൻ കണ്ട വിഷൽ ഇതിന്റെ അല്ല. ഒരു അവതാരകയാണ്. ആഴ്ച പിമ്പിരിയായപ്പോൾ എല്ലാം ഊരി പറിച്ചെറിഞ്ഞു. കൂടെ ഇരിക്കുന്നവരെല്ലാം അവിടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഒരുത്തം ഒളിച്ചിരുന്നു ഇത് മുഴുവൻ ഷൂട്ട് ചെയ്തു. ആ വീഡിയോ ആണ് ഞാൻ കണ്ടത്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ അതിനെ എവളും ഏറ്റെടുത്തു. കാരണം എവളും ബാറിലൊക്കെ ചെന്ന് തലവത്തി മറിയല്ലേ. അത് വല്ലതും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നേരെ ചൊവ്വയ്ക്ക് ഇരിക്കുന്ന വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ വധവലിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നതാണ്. അപ്പോൾ എന്തായാലും കൊടുത്തവരെയും മേടിച്ചവരെയും തിന്നവരെയും ഒക്കെ പുറങ്കാലെടുത്ത് തൊഴിച്ചു കളഞ്ഞ ഈ പറയുന്ന രേണു സുധിയുടെ യഥാർത്ഥ സ്വഭാവമാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തായാലും ആവശ്യമില്ലാതെ തന്നെ ചൊറിഞ്ഞ് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഇപ്പോൾ രേണുവിന് ഏതാണ്ട് സമാധാനമായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, രേണു സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് കൊണ്ടുവന്ന് ഇട്ടിട്ട് അത് മറ്റുള്ളവരെടുത്ത് റിയാക്ട് ചെയ്യേണ്ടത് രേണുവിൻ്റെ തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോരോ സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടതിന് ശേഷം രേണു തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഈ ഒരു സംഭവം നടന്നതുകൊണ്ട് ഇന്ന പോലെ കമന്റ് വരും, അങ്ങനെ പറഞ്ഞാണ് അവർ ഓരോന്നും കൊണ്ടിടുന്നത്. വൈറൽ ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ഓരോന്ന് ചെയ്യുന്നത്. അവിടെയെല്ലാം പോകുന്നു, അവിടെയെല്ലാം ചാനലുകാരെയൊക്കെ കൊണ്ടു നടക്കുന്നത് ഈ ഒരു സ്ത്രീ അല്ലാതെ മറ്റാരും ഈ ഭൂലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
നമ്മൾ ആരെയും കണ്ടിട്ടില്ല. നമുക്കറിയാം മഞ്ജു വാര്യർ, നവ്യ നായർ എന്ന് വേണ്ട മലയാള സിനിമാ ചരിത്രത്തിൽ എത്രയോ സ്ത്രീകളുണ്ട്, എത്ര സ്ത്രീകളുണ്ട്. മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷയിലുമുണ്ട്. എന്നാൽ പോലും സീരിയൽ നടികൾ നമുക്കറിയാവുന്നതാണ്. എത്ര സീരിയൽ ആർട്ടിസ്റ്റുകളുണ്ട്. അവരാരും എങ്ങും പോകുന്നിടത്തൊന്നും ഇതുപോലെ ക്യാമറകളും വാരിക്കോരി കൊണ്ടു പോകുന്നില്ല. ഈ ഒരു സ്ത്രീ എന്തെടുത്തു കഴിഞ്ഞാലും അതെന്താ അറിയണു, അതിന് എത്ര രൂപയാരേണു, ഇതിന് എത്ര രൂപയാരേണു എന്നും പറഞ്ഞിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം വരും. ശരിക്കും എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ യുവമാരെയൊക്കെ മാസ ശമ്പളത്തിന് വേണ്ടിയിട്ട് ഈ സ്ത്രീ നിർത്തിയിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചധികം ആളുകളെ പൈസ കൊടുത്തിട്ട് പിന്നെ എന്താണ് കമന്റ് ഇടാനായിട്ട് നിർത്തിയിട്ടുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ അടിയിൽ വന്നിട്ട് ബാഡ് കമന്റ് ഇടാനായിട്ട് കുറെ എണ്ണം എന്ന് പറഞ്ഞാൽ വെറുതെ ഇതൊരു തൊഴിലാക്കി വെച്ചിട്ട് വന്നിരിക്കുന്ന കുറെ എണ്ണം ഉണ്ട്. അപ്പൊ അവർ പറയുന്നതെന്ന് വെച്ചാൽ നീ എന്തിനാണ് ഇവരെ കുറ്റം പറയുന്നത്, നീ പോടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാനായിട്ട് വരും. ശരിക്കും ഇത്തരത്തിൽ പറയുന്നവരടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്നെ വാടി പൊടി എന്നൊക്കെ വിളിക്കുന്നവർക്ക് നല്ല തേറി ഞാൻ കമന്റ് ബോക്സിലൂടെ കൊടുക്കാറുണ്ട്. പക്ഷെ ഇനി ഞാൻ ആ ഒരു നയം അങ്ങ് വിട്ടിട്ടുണ്ട്. അതായത് ഇനി ആര് എന്ത് ബാഡ് കമന്റ് ഇട്ട് കഴിഞ്ഞാലും, അതായത് സാധാരണയായിട്ട് നമുക്ക് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പുള്ളിക്കാരത്തിയെ കുറിച്ചിട്ടുള്ള വീഡിയോസിലൊക്കെയാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ വരുന്നത്. അപ്പോൾ ഇനി അങ്ങനെ വരുന്ന കമന്റുകളില്ലെന്ന് പറഞ്ഞാൽ താങ്ക്സ് എന്ന് എഴുതി മാത്രമേ ഞാൻ പ്രതികരിക്കത്തുള്ളൂ. കാരണം നിങ്ങൾ ഇടുന്ന കമന്റ് അത് ബാഡ് ആയാലും ഏത് തരത്തിലുള്ളതായാലും നല്ലതായാലും കെട്ടതായാലും അത് എനിക്ക് വരുമാനം തന്നെയാണ്. എൻ്റെ ചാനലിന് റീച്ച് ഉണ്ടാവാനായിട്ട് അത് വളരെയധികം ഉപകരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടുന്ന കമന്റ് നമുക്കറിയാലോ, സാധാരണ രീതിയിൽ നല്ല കമന്റുകളാണെങ്കിൽ വായിച്ചു നോക്കും. അതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മുഴുവനായിട്ട് വായിച്ചു നോക്കാനും പോകുന്നില്ല. പകരം താങ്ക്സ് എന്ന് മാത്രം ഇടും. ഓക്കെ, അപ്പോൾ അതായിരിക്കും നല്ലത് എന്നാണ്. നിങ്ങൾക്ക് അത്തരത്തിലൊരു മറുപടി തരുന്നതായിരിക്കും നിങ്ങളെ തിരിച്ച് തെറി വിളിക്കുന്നതിനേക്കാൾ മാന്യതയുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ താങ്ക്സിനുള്ളിൽ എല്ലാം ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കിക്കോ. അപ്പോൾ ഇവിടെ ശാന്തിവിള ദിനേശൻ സാർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ശരിക്കും ബോഡി ഷെയ്മിങ് ചെയ്തതുപോലെ ഒരു ചെറിയൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് എന്ന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണെങ്കിൽ മനസ്സിലാവും. പിന്നീട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നേരെ ഒന്നുമില്ലാതെ ഒരു ഉണക്ക ബാഗും തൂക്കിക്കൊണ്ട് ഫ്ലൈറ്റ് കയറി പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് വരുന്നു. അപ്പോൾ അതിന്റെ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആരാധകർക്ക് കൃമിക്കടി കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ കപ്പമരം ഉണ്ടെങ്കിൽ സമൂലം അരച്ചെടുത്ത് ഉപയോഗിക്കുക. ചൊറിച്ചിൽ ഇത്തിരി നേരിയ ശമനം കിട്ടും എന്നേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ശാന്തിവിള ദിനേശൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരുന്നു. എന്തായാലും അത് കിട്ടി, വളരെ സന്തോഷമായിട്ടുണ്ട്. ഇതിപ്പോ ഇതിനകം തന്നെ ആ ഒരു നിക്കറമായി കണ്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ അതിന്റെ മറുപടിയായിട്ട് പുള്ളിക്കാരത്തിയും വരും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവും ഇല്ല. അല്ലെങ്കിൽ പുള്ളിക്കാരത്തിക്ക് അത് വളരെ ഷെയിമായി പോവും. കാരണം ശാന്തിവിള ദിനേശൻ എന്ന് പറയുന്ന വ്യക്തി ആദ്യം വന്നിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു പുള്ളിക്കാരത്തിന്റെ പേര് പോലും മെൻഷൻ ചെയ്യാതെയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ പോലും അത് കേൾക്കുന്ന ആളുകൾക്ക് ഒരുവിധമൊക്കെ മനസ്സിലാവും ഇവരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ. അപ്പൊ അതിലൊന്നും തർക്കമൊന്നും വേണ്ട. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം വന്നിട്ട് സംസാരിച്ചത് കേൾക്കുമ്പോൾ ഈ പറയുന്ന അമ്മായിക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നിക്കറമ്മായിയുടെ മറുപടിക്കായിട്ട് കാതു കൂർപ്പിച്ചിരിക്കാം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.